ടു ടേം ചീഫ് മിനിസ്റ്റർ എന്നത് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദേശീയ നേതാവ് എന്ന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞയാളാണ്. ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും ശക്തി പകരുന്ന നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇഡി പൂട്ടുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യവും അതിന് പിന്നിലില്ലേ? നിശ്ചയമായും ഈ അറസ്റ്റിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഈ കേസിന്റെ മറ്റു വശങ്ങളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ ഈ അറസ്റ്റിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് നിശ്ചയമായും സുജയ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ അറസ്റ്റ് നടക്കുന്നത്. നമുക്ക് രണ്ടാഴ്ച മുമ്പ് നമുക്കറിയുന്നത് പോലെ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അറസ്റ്റിലായി. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ചിലവാക്കാൻ പണമില്ല, കാരണം അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്നാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക എന്നത് മാത്രമല്ല, ജനാധിപത്യം തന്നെ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് നമുക്കറിയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. അദ്ദേഹമാണ് അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഡൽഹിയിലെ 7 സീറ്റിൽ കനത്ത മത്സരമാണ് AAP കാഴ്ചവെക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസുമായ ഒരു അലയൻസിലെത്തിയിരിക്കുന്നു. 5 സീറ്റിൽ 4-3 എന്ന സഖ്യത്തിലാണ് അവർ മത്സരിക്കാൻ പോകുന്നത്. നിശ്ചയമായും BJPക്ക് ഡൽഹിയിൽ ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് മാത്രവുമല്ല, ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് സിംഗ് മാനെങ്കിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത് നിശ്ചയമായും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. അവിടെ പഞ്ചാബിലും ഡൽഹിയിലും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനർമാരിൽ ഒരാളുമാണ് അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ഈ 24 മണിക്കൂർ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, രാഷ്ട്രം ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ എക്സസൈസിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നു എന്ന് പറയുന്നത് ഏത് കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അതിൻ്റെ പിന്നിലൊരു ഗൂഢോദ്ദേശമുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു സൂചനയാണ് നൽകുന്നത്. നമുക്കറിയുന്നത് പോലെ ED ഓഫീസിൻ്റെ ചുറ്റുമായി 200 മീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് ബാരിക്കേഡുകളൊക്കെ തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടെ RAF-നെയും CRPF-നെയൊക്കെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവിടെ 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അറിയേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ളതാണ്. നിശ്ചയമായും ഇന്ന് ഡൽഹി ഉറങ്ങാൻ യാതൊരു സാധ്യതയുമില്ല. ഡൽഹി എന്ന് മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും ഇന്ത്യ സഖ്യത്തിന് ശക്തിയുള്ള എല്ലാ ഇടങ്ങളിലും വലിയ പ്രതിഷേധങ്ങളുണ്ടാവും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഡൽഹി ആയിരിക്കും. ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി നാളെ മുതൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. Meet the editors.